ഷലോം. അയ്യോ കാണുന്നില്ല നിങ്ങൾക്ക്? ആ ഷലോം. മെറീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും ഗർഗത്ത് മരത്തിൻ്റെ പുറകിലാണ്. ആരെങ്കിലും ഉണ്ടോ? ഗർഗത്ത് മരമേ എന്താ പറയാത്തേ? ഗർഗത്ത് മരമേ, ഞാൻ ഇതിൻ്റെ പുറകിലാണെന്ന് പറഞ്ഞിട്ട് അവസാന യഹൂദനെയും തള്ളിമറിച്ച് കളയുന്ന ഗർഗത്ത് മരം കണ്ടിട്ടില്ല നിങ്ങൾ? ആ ഗർഗത്ത് മരത്തിൻ്റെ പുറകിലായതുകൊണ്ട് എന്നെ ഗർഗത്ത് മരത്തിന് കാണുന്നില്ല പോലും. ഗർഗത്ത് മരത്തിന് പേടി ഇപ്പം പറയാനായിട്ട്. യഹൂദൻ്റെ പേരെടുത്ത ഗർഗത്ത് മരം കരിഞ്ഞ് ചാമ്പലായി പോകും. അത് അവസാനത്തെ ജൂതനെയും കൊന്നു തള്ളാൻ ഗർഗത്ത് മരം വെമ്പൽ കൊണ്ടിരിക്കുന്ന ആ ഗർഗത്ത് മരത്തിൻ്റെ ആ അവസ്ഥയെ ഇത് ഗർഗത്ത് മരമൊന്നും അല്ല കേട്ടോ. ഇവന്മാർക്ക് തന്നെ അറിയത്തില്ല ഏതടാ ഗർഗത്ത് മരം എന്ന് പറഞ്ഞിട്ട്. അമ്പും വില്ലും മലപ്പുറം കത്തി AK-47 അങ്ങനെ പവനായി ശവമായി. വെയ്യാനിക്കാർ ലോലി ഫഹദ് വെയ്യാനിക്കാർ ലോലി ഫഹദ് ഇസ്രേൽ തഹ്ബാഷത് ഷെവറിന് മുഗിനു. നമ്മുടെ പലസ്തീൻ കുഞ്ഞുങ്ങളാണ് ബാക്കിൽ. ആ പലസ്തീൻ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനൊരു പാട്ട് പാടാൻ ഹൈന്ദവ ഭാരതം ഹസൻ നസറുകളുടെ ചാവിൻ്റെ ആഘോഷം ഇതുവരെയ്ക്കും ആയിട്ടില്ല. ഷബാത്ത് തീർന്നിട്ടില്ല. ഷബാത്ത് തീരട്ടെ. ഇസ്രായേൽ മുഴുവനും ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. ഓക്കെ, ഇസ്രായേൽ മുഴുവനും ആഘോഷിക്കുന്ന ഡാൻസും പാട്ടും ഒക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ലൈവിൽ വരുമ്പോൾ രാത്രിയിൽ ഷബാത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. അതെ, ഹിസ്ബുള്ളയുടെ അടുത്ത ബോംബ് മീഡിയ വണ്ണിൻ്റെ ആസനത്തിലോട്ടായിരിക്കും മിക്കവാറും. മീഡിയ വണ്ണിൻ്റെ കരച്ചിൽ ഞാൻ ഇന്ന് ഹസൻ നസറുള്ള മരിച്ചു എന്നുള്ള മീഡിയ വണ്ണിൻ്റെ വാർത്ത കണ്ടപ്പോഴേ 2006 ആകെ ഇസ്രായേൽ തോറ്റുപോയിട്ടുള്ളത് ഹിസ്ബുള്ളയുടെ സൈന്യത്തിന്റെ മുൻപിലായിരുന്നു എന്നൊക്കെ തള്ളിമറിക്കുന്നത് കണ്ടായിരുന്നു. അയ്യോ, ഹിസ്ബുള്ള കേൾക്കണ്ട. 2006 കാലും പൊക്കി കയ്യും പൊക്കി വാരി ഓടിയവന്മാരാണ്. എന്നിട്ട് പറയുവാണ് 2006 ഇസ്രായേൽ ആകെ തോറ്റോടിയത് ഹിസ്ബുള്ളയുടെ മുമ്പിലാണ്. പിന്നെ ഹിസ്ബുള്ളയുടെ മുമ്പിൽ ഞാനൊന്ന് ഊന്ന് കളിക്കട്ടെ. വെയ്യാനിക്കാർ ലോലി ഫഹദ് ഖാൻ. വെയ്യാനിക്കാർ ലോലി ഫഹദ് ഖാൻ. ഞാൻ വലിയൊരു എൻ്റെ കാല് ടിപ്പുവിൻ്റെ ജിഹാദി മലപ്പുറത്ത് ഇട്ടെങ്കിൽ കൊള്ളായിരുന്നെന്ന് എനിക്കിപ്പോഴൊരു ആഗ്രഹമുണ്ട്. സുനിൽ കുമാർ KC ഹിസ്ബുള്ളയുടെ പുതിയ മേധാവി പ്രഖ്യാപനം. പുതിയ മേധാവി ഹാഷിം സഫദിനോ? ഹാഷിം സഫദിനെല്ലാം മയ്യത്തായല്ലോ. ഹാഷിം സഫദിനും മയ്യത്തായി മോനെ. ഹിസ്ബുള്ള ബോൾ ഇല്ല. ഹിസ്ബുള്ളയുടെ ഒക്കെ ബോളൊക്കെ തകർന്നു പോയി. എന്ത് ചെയ്യാനാ? അവൻ ഓൾറെഡി ചത്തു. ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ ആരുമില്ല കരയാൻ. അല്ല, നമ്മുടെ കേരളത്തിലെ മീഡിയ വണ്ണിന് കരയണ്ടേ? ആദ്യം പറഞ്ഞു ഹമാസിന് പകരം വെക്കാൻ ആരുമില്ല എന്ന്. പിന്നെ പറഞ്ഞു ഹിസ്ബുള്ളയ്ക്ക് പകരം വെക്കാൻ ആരുമില്ലെന്ന്. ഇപ്പം ഹിസ്ബുള്ളയും തീർന്നു. ഇപ്പം ഇറാന് പകരം വെക്കാൻ ആരില്ല എന്ന് കരയാനാണ് ഇരിക്കുന്നത്. ഖൊമൈനിയും കൂടി തീരുമ്പോഴത്തേക്കും സമാധാനമാകും. എന്തൊരാശ്വാസം, എന്തൊരാവേശം, എന്തൊരാനന്ദം ഈ ജീവിതം. ഓഹോ ഈ ജീവിതം. ഒരു മധുര കിനാവിൽ ലഹരിയിനുള്ളിൽ മടുമുള്ള
അയ്യോ പാട്ടും മറന്നു പോയല്ലോ. 10,000 അൽഫാം എന്തില്ല. അതെ, അൽഫാം ഇന്നലെ കരിഞ്ഞുപോയി. ഹിസ്ബോൾ കരിഞ്ഞുപോയി ഇന്നലെ. ആസനത്തിലിട്ട ബോംബിൽ 10,000 ടണ്ണ് ബലമുള്ള ബോംബ് ആസനത്തിലോട്ട് ഇറക്കി കൊടുക്കുകയായിരുന്നു. ഇന്നലെ ഇസ്രായേൽ എങ്ങനെയാ കുമാർ തീർത്തേന്നറിയണോ? അതിൻ്റെ ഒരു അയ്യോ അവിടെ കുറേ കുഞ്ഞുങ്ങൾ നമ്മളവിടെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കുഞ്ഞുങ്ങൾ കളിക്കട്ടെ, ഞാൻ പോയി കുഞ്ഞ് പാർക്കിൽ തന്നെ കളിച്ചേക്കാം. അപ്പോൾ ഷംസുദ്ദീൻ എന്തൊരാനന്ദം. ഷംസുദ്ദീൻ്റെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ. ഷംസുദ്ദീൻ്റെ കരച്ചിൽ. നിന്റെ സന്തോഷത്തിന് കൂടുതൽ ആയുസ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇതല്ലേടാ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞത്. ഇസ്മായിൽ ഖനിയ പറഞ്ഞപ്പോൾ ഇതല്ലേ നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ ഹൊമേനിയോ നമ്മുടെ നസറുള്ള ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായി? ഇനി അടുത്ത കരച്ചിലോ? ഇനി ഹുമേനയുടെ പേര് കരയുവാണോ? അപ്പം ഇനി അടുത്ത സന്തോഷ വാർത്തയും കൂടി നിങ്ങൾക്ക് കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ. മോശയുടെയും അബ്രാഹിമിന്റെയും യേശുവിന്റെയും മാർഗം അത് നന്മയാണ്. അതുകൊണ്ട് ഹിസ്ബുള്ളോളികളുടെ മാർഗം എന്തായിരുന്നു? കുറെ മാരക ആയുധം ഉണ്ടാക്കി പാവങ്ങളെ കൊന്നൊടുക്കുന്നതാണോ താൻ കാണുന്ന വിജയം? ഹിറ്റ്ലറും ഇങ്ങനെയാണ്. സമയം വരും, കാത്തിരിക്കുക. എന്ത് കരച്ചിലടാ ഇത്. ഷംസുദ്ദീൻ CV. അയ്യോ പൊന്നുമോൻ, ഇങ്ങനെ കരയല്ലേ ഷംസുദ്ദീൻ. അഷ്റഫി കേക്ക് ഇങ്ങളെ പടച്ചോൻ ചോദിക്കും. എന്തൊരാനന്ദം, എന്തൊരാവേശം ഈ ഭൂമിയിൽ. നന്നൻ ഓഹോ ഈ ജീവിതം. ഹുസൈൻ റാസി ദുഷ്ടന്മാരെ പന പോലെ വളർത്തു. എവിടെയാണ് എഴുതിയിരിക്കുന്നത് ദുഷ്ടന്മാരെ പന പോലെ വളർത്തുമെന്ന്? ഒരിടത്ത് പറയടാ. ഇത് എവിടുന്ന് കേട്ട ഡയലോഗാ ഇത്? ദുഷ്ടന്മാരെ പന പോലെ വളർത്തു എന്നുള്ളത് എവിടുന്ന് കേട്ട ഡയലോഗാ? ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നു. ഇനി അങ്ങനെ ആശ്വസിക്കാം അല്ലേ? അടി കിട്ടെ നീ കൊട്ടെ വളരുവാം വെട്ടെ ഉളരുവാം. കൊട്ടെ വളരുവാം വെട്ടെ ഉയരുവാം. അതായത് ഇസ്രായേൽ മക്കളെ ചൊറിഞ്ഞും മാന്തിയും കളിച്ചാലുള്ള വിവരം ഇങ്ങനെയാണ്. മോങ്ങാനേ നേരം ഉണ്ടാകത്തുള്ളൂ. കരച്ചു തുടങ്ങി. നാൻസി മൂവി ഡയലോഗ്. ഏതോ ഒരു മൂവിയിലെ ഡയലോഗാണല്ലേ. കുഴപ്പമില്ല. നമ്മന്റെ